താമരശ്ശേരി ഷഹബാസ് വധക്കേസ് പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിൽ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തം. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസും KSUവും MSFും പലതവണയായും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ജുവനൈൽ ഹോമിനകത്ത് പ്രവേശിച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധിക്കാനെത്തിയ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ കസ്റ്റഡിയിലെടുത്തു. ഷബീർ ഒമർ കൂടുതൽ വിവരങ്ങളുമായി. ഷബീർ, ഈ പ്രതിഷേധങ്ങളെല്ലാം പോലീസ് അവസാനിപ്പിച്ചോ? ഇപ്പോൾ അവർ പരീക്ഷ എഴുതുകയാണോ ജുവനൈൽ ഹോമിൽ? നിഷാദ്, ഏതാണ്ട് 3 മണിക്കൂറോളം സമയം, രാവിലെ 7 മണിക്ക് തുടങ്ങി അല്പം മുമ്പ് വരെ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് MSF, KSU, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തി. വിവിധ സമയങ്ങളിലായി, വിവിധ ഘട്ടങ്ങളിലായാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അതായത് ആദ്യം എത്തുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കും. പിന്നീട് വീണ്ടും വേറൊരു സംഘം പ്രതിഷേധവുമായി എത്തും. അങ്ങനെ വലിയ പ്രതിഷേധ പരമ്പരയ്ക്കാണ് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോം സാക്ഷ്യം വഹിച്ചത്. ആ പ്രതിഷേധങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഓരോ ഘട്ടത്തിലും ഓരോ ഇടവേളകളിലും ചെറു സംഘങ്ങളായി MSF, KSU പ്രവർത്തകരോട് പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. ഇവരെ കസ്റ്റഡിയെടുത്ത് നീക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊന്നും പ്രതികളുടെ അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുത്തിനെ, നടത്തിപ്പിനെ ബാധിച്ചിട്ടില്ല. അവർക്ക് ജുവനൈൽ ഹോമിനകത്ത് തന്നെ പ്രത്യേകം സൗകര്യമൊരുക്കി അതിനകത്താണ് ഇപ്പോൾ പരീക്ഷ നടത്തുന്നത്. ആ പരീക്ഷ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ ജുവനൈൽ ഹോമിനകത്ത് തന്നെ ക്രമീകരിച്ചു എന്നത് മാത്രമാണ് ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ചെറിയ മാറ്റമുണ്ടായത്. അതായത് സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് മാത്രമല്ല മറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ പ്രതിഷേധങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളിന് പുറത്ത് പ്രതിഷേധങ്ങൾ വരികയാണെങ്കിൽ അവിടെ പരീക്ഷ എഴുതുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് കൂടി ഇത് പ്രയാസമുണ്ടാക്കും, മറ്റ് വിദ്യാർത്ഥികൾക്ക് കൂടി മാനസിക പ്രശ്നമുണ്ടാക്കും. ഇതുകൂടി വിലയിരുത്തിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് 5 പേർക്ക് ജുവനൈൽ ഹോമിനകത്ത് തന്നെ പ്രത്യേകം സുരക്ഷ ഒരുക്കാമെന്ന തീരുമാനത്തിലേക്ക് പോലീസും വിദ്യാഭ്യാസ വകുപ്പും കടന്നത്. ആദ്യം പോലീസ് ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് മാത്രമല്ല, ഈ പരീക്ഷ, ഈ 10ാം ക്ലാസ് പരീക്ഷ എന്ന് തുടങ്ങുകയാണ്. ഏതാണ്ട് 10 ദിവസത്തോളം ഇങ്ങനെ പരീക്ഷ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ഒരുക്കൽ പ്രയാസമുണ്ടാകും. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നാണ് MSFും KSUവും എല്ലാം തന്നെ നിലപാടെടുത്തത്. കുടുംബത്തിന്റെ കൂടി അതിലേക്ക് പ്രതികരണം വന്നിരുന്നു. എന്തായാലും MSFും KSU അടക്കമുള്ള സംഘടനകൾ ഈ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല, അത് നീതിയല്ല എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സ്കൂളിൽ നിന്നുള്ള പരീക്ഷ എടുത്ത് ജുവനൈൽ ഹോമിനകത്തേക്ക് മാറ്റിയത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി DE ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഈ പരീക്ഷാ നടത്തിപ്പ് മേൽനോട്ടം വഹിക്കുന്നത്. കഴിഞ്ഞ 3 മണിക്കൂർ സമയമായി ജുവനൈൽ ഹോമിന് പുറത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ച മട്ടാണ് അവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്.